ബെബാൻ ക്രാബ്സ്, എബിൻ, ഈ രണ്ട് പേര് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞിട്ടും കുറച്ച് നാളുകളായി. ശ്രീമാൻ കൊച്ചൗസേപ്പ് ചിത്രപ്പള്ളി പറഞ്ഞതുപോലെ ഈ ചെറുപ്രായത്തില് ഇതുപോലെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഇതുപോലുള്ള തോട്ടും ഇതുപോലുള്ള ഒരു ഇന്നോവേഷനും ഉണ്ടായ എബിനോടുള്ള എൻ്റെ ഒരു സ്നേഹവും അടുപ്പവുമാണ് എന്നെ ഇന്നിവിടെ എത്തിച്ചത്. അന്നേരം അദ്ദേഹം പറഞ്ഞു, കൊച്ചൗസേപ്പ് സാർ പറഞ്ഞു, ഈ പ്രായത്തിൽ എനിക്കിത്രയും മെച്യൂരിറ്റി ഉണ്ടായിരുന്നോ എന്ന് സംശയമാണ് എന്ന്. അതെ, അങ്ങനെയാ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പ്രായത്തിൽ മെച്യൂരിറ്റി ഇല്ലായിരുന്നു. ഇവനെ കുറച്ചുകൂടെ നാളുകൾക്ക് മുമ്പേ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയതല്ലോ എന്ന് എനിക്ക് തോന്നണം. കാരണം പരിചയപ്പെട്ടു, എന്നെ ഒരു സ്വന്തം ജ്യേഷ്ഠനെ പോലെ അല്ലെങ്കിൽ ഒരു ഫാദറിനെ പോലെ, എൻ്റെ ഒരു കുടുംബത്തിലെ അംഗം പോലെ, ഞാനും അതുപോലെ ഒരു കുടുംബത്തിലെ അംഗം പോലെയാണ് ഈ എബിനുമായിട്ടുള്ള ബന്ധം. അതൊരു സിനിമാ ബന്ധമല്ല, സിനിമയുമായിട്ടുള്ളൊരു ഒരു കാര്യങ്ങളുമില്ല. അന്നേരം ഇന്ന് ഈ 4th ആനിവേഴ്സറി, ശരിക്കും എനിക്ക് വേറൊരു ടൂർ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിവെച്ചു. ആ മാറ്റിവെച്ച് ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന, എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു പ്രസംഗമൊന്നും ഇവിടെ ആവശ്യമില്ല. നമ്മളിവിടെ സെലിബ്രേഷന് വേണ്ടി വന്നിരിക്കുന്നതാണ്. എങ്കിലും ഒരു 2 വാക്ക് പറയാ എന്നുള്ള ഒരു സാമാന്യ മര്യാദ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ബെബാൻ ക്രാബ്സ് തീർച്ചയായിട്ടും ഇത് നന്നായി വരും. കാരണം എബിൻ്റെ കൂടെ ക്ലിന്റ് ഉണ്ട്. അത് മാത്രമല്ല, എബിൻ്റെ മുഴുവൻ പിള്ളേരെ പറയുവാണെങ്കിൽ ഞാൻ 35-40 പേരുടെ പേര് പറയും. ഇവരെല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണ്. കാരണം ഈ ഓഫീസിലൊക്കെ ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. ഞങ്ങൾ ചുമ്മാ അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞാൻ വരുമ്പോൾ എനിക്ക് ചായ മേടിച്ച് തരാറുണ്ട്. അങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെ അത്രയും അടുത്തൊരു ബന്ധമുള്ള എബിനിൽ ഞാൻ കണ്ട കാര്യങ്ങൾ, എബിൻ ഹാർഡ് വർക്കിംഗ് ആണ്, ബുദ്ധിമാനാണ്, നാണം കുടുങ്ങിയാണ്. നാണം കുടുങ്ങി അവൻ്റെ ഒരു കളിയാണ്. അത് അവൻ്റെ ഒരു എന്താ പറഞ്ഞ, അതൊരു ഒരു സ്ട്രാറ്റജിയാണ്. അത് ഭയങ്കര രസമാണ്. അങ്ങനെ ഇരിക്കുന്ന എബിനെ എന്താണ് ഇവന് ഇത്ര ഹൈറ്റ് വന്നതെന്ന് ഇടയ്ക്ക് ഞാൻ ചിന്തിച്ചു. അന്നേരം ഇന്ന് അപ്പച്ചനെ കണ്ടപ്പോൾ മനസ്സിലായി. അതെ. പിന്നെ ഈ എബിൻ്റെ ഒരു അനിയനുണ്ട്, അവൻ ഇവനെയും വെട്ടുന്നതാണ്. അവൻ ഞാൻ ഈ പോടാന്ന് ഇവരെ ഇങ്ങനെ വിളിച്ചിങ്ങനെ ആയിപ്പോയി, സോറി, ക്ഷമിക്കണം. അങ്ങനെ അങ്ങ് വന്നു പോവാണ്. അന്നേരം ഗുരുത്വമുള്ളവനാണ്, ദൈവാനുഗ്രഹം ഉള്ളവനാണ്. എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഈ 4 വർഷം എന്നുള്ളത് വീണ്ടും വർഷങ്ങൾ പോകുന്തോറും ബെബാൻ ക്രാബ്സ് വളരട്ടെ, ഇവരുടെ ജീവിതം ശോഭനമാകട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്തുകൊണ്ട്